ഓൾറൈറ്റ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ കുറേ നാളത്തിന് ലോങ് ടൈമിന് ശേഷം ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് ഞാനും ശങ്കരനും കൂടെ ഒരുമിച്ചൊരു റിവ്യൂ, ഒരു മൂവി വീണ്ടും കാണാൻ പോയി. അങ്ങനെ ഒരുമിച്ച് നമ്മളൊരു റിവ്യൂ പറയാൻ പോവാണ്. അതെ, കൊണ്ടൽ. അതെ, ആന്റണി പെപ്പയുടെ മൂവി. നീ പറഞ്ഞോ. ആന്റണി പെപ്പയുടെ മൂവി ഭയങ്കര ഒരു ഇടിപ്പടം ആണ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു അടിപ്പടം ആക്ഷൻ മൂവി, ഹീറോ ആന്റണി പെപ്പ എന്നും പറഞ്ഞാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു പുതിയ ഡയറക്ടറുടെ മൂവിയാണെന്നൊന്നും കണ്ടാൽ തോന്നുന്നില്ല. ഗ്രാഫിക്സ് അടിപൊളി, ലൈറ്റിംഗ് അടിപൊളി. ഇത് മോസ്റ്റ് ഓഫ് ദ ടൈം കടലിലാണ്, ഒരു 80% ഓഫ് ദ മൂവി കടലിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എൻ്റെ ഒരു ചെറിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപ്പടമായിട്ട് അടി കുറഞ്ഞു പോയി. ഞാൻ ലാസ്റ്റ് ഒരു അജഗജാന്തരം സ്റ്റൈൽ അടിയൊക്കെ പ്രതീക്ഷിച്ചത് നടന്നില്ല. നമ്മൾ പെപ്പെ എന്ന് പറയുമ്പോൾ എല്ലാവരും ആടിയാണ്. ആ ഒരു അജഗജാന്തരം സ്റ്റൈലിൽ ഒരു 10, 15, 20 മിനിറ്റ് ലെങ്ത് ആയിട്ടൊക്കെ ഉള്ള അടി. പക്ഷെ ആ അടിയും ഉണ്ടായിരുന്നെങ്കിൽ പൊന്നു മക്കളെ കൊണ്ടൽ തൂക്കിയാനാണ് വീട്ടിക്ക്. അതായത് ശങ്കർ പറഞ്ഞ പോലെ തന്നെ സിനിമ നല്ലൊരു ഫ്രെയിമിലാണ് സിനിമ നടക്കുന്നത്. അതായത് വലിയ വലിയ ബിഗ് ഫ്രെയിമിലൊന്നുമല്ല സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ടെക്നോളജിക്കലി ചെയ്തിരിക്കുന്നത് നമ്മളൊരു 15-20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളൊരു ജേർണിയിൽ അങ്ങോട്ട് പോവുകയാണ് കടലിലോട്ട്. ആ ഫുൾ ബാക്കി സിനിമ നടക്കുന്ന മുഴുവൻ കടലിലാണ്. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അതെ ഒരു നമുക്ക് ഇരുന്ന് പോകും, നമ്മൾ ഇറങ്ങിപ്പോകാനും തോന്നില്ല. ഭയങ്കര എൻഗേജിങ് ആയിട്ട് നമുക്ക് കഥ എന്താണെന്ന് അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി, ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ നമ്മൾ ഇരുത്താനുള്ള ഒരു രീതിയിലാണ് എടുത്തു പോയിരിക്കുന്നത്. നല്ലൊരു ത്രില്ലറാണ്. ലാസ്റ്റൊക്കെ എല്ലാം നല്ലതാണ്. പക്ഷെ അതുകൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ആന്റണി പെപ്പെ മൂവി ഇടിപ്പടം എന്ന് പറയുമ്പോൾ ഒരു എന്താണ് അജഗജാന്തര RDXലൊക്കെ ഉള്ള ഒരു ആ ഒരു ലെവലിലോട്ട് നമുക്ക് അത് നമ്മളെപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും കേട്ടോ. ഇനി അവസാനം ക്ലൈമാക്സിലെങ്കിലും ഒരു മാസ്റ്റർ പീസ്. കാര്യം അങ്ങനെയാണ് സ്റ്റോറി ലൈൻ പോകുന്നത്. അതിനകത്തുള്ള വില്ലന്മാരെ നമുക്ക് കയ്യിൽ കിട്ടിയ നല്ല 2-3 ഇടി കൊടുക്കണം എന്നൊക്കെ ഉള്ള തോന്നുന്നു. നമുക്ക് ആ വില്ലന്മാരുടെ ദേഷ്യമൊക്കെ എസ്കലേറ്റ് ചെയ്ത് പോകുന്നതൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. നമുക്ക് തന്നെ തോന്നും അവന്മാരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷെ ഇടി ഭയങ്കര പെട്ടെന്ന് അവസാനം തീർന്നു പോയല്ലോ എന്നുള്ളൊരു ഇതാണ്. ഇതിൻ്റെ അകത്തൊരു ഷാർക്കുമായിട്ടുള്ളൊരു ഫൈറ്റൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഷാർക്കിന്റെ VFXും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ കൊള്ളാം. ഭയങ്കര മാരക കിടിലോ എന്നുള്ളതൊന്നുള്ള അല്ല, പക്ഷെ കൊള്ളാം. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര നല്ലതാണ്. അതെ, എടുത്ത് പറയേണ്ട സാധനം ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മാച്ചിങ് ആണ്. ഇപ്പം എക്സാമ്പിൾ ഞാൻ ARM കണ്ടു, ഇവൻ ARM കണ്ടില്ല. ARMൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു മെയിൻ ഡിഫക്റ്റ് ആദ്യത്തെ 10 മിനിറ്റിൽ നമ്മുടെ കേളു എന്ന് പറഞ്ഞ ടൊവിനോയുടെ ക്യാരക്ടറിനൊക്കെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ ആക്ഷൻ സ്കൾ ക്രഷിംഗ് ഒക്കെ ഉണ്ട്. അതിനൊന്നും ഒരു പഞ്ച് കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് പെപ്പയുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെയുള്ള ET എന്നൊക്കെ പറഞ്ഞാൽ നല്ല പഞ്ച് ഇൻട്രൊഡക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രേക്ഷകന് വേണ്ടുന്ന നമ്മളെ ഹരം കൊള്ളിപ്പിക്കുന്ന രീതിയിലാണ് ഫുൾ സിനിമ. പക്ഷെ അതും ഒരു പുതിയ ഡയറക്ടറാണ്. ഇത് നമുക്കൊരു പുതിയ ഡയറക്ടറാണെന്നുള്ള ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് തോന്നത്തില്ല ഇതിനകത്ത്. അതെ, ഇത് അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് പുതിയ ഡയറക്ടർ ആണെന്നുള്ളത്. ഇത് പക്ഷേ എന്താണ് എൻ്റെ ആകെ കൂടെ സിനിമ കുറച്ചും കൂടി ഒന്ന് ഷോർട്ട് ആക്കണമായിരുന്നു. കുറേ സാധനങ്ങൾ ലാഗ് അടിച്ചു ചില സ്ഥലത്ത്. പക്ഷേ എന്നും പറഞ്ഞ് സിനിമ ലാഗ് അല്ലെന്നുള്ളതല്ല, ത്രില്ലിംഗ് ആണ്, ഫുൾ ത്രില്ലിംഗ് ആണ്. പക്ഷെ കുറെ കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന കുറെ എലമെന്റ്സ് ഉണ്ട്. അത് ഈ ഇതിൻ്റെ അകത്ത് ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫിഷിംഗ് ബോട്ടിൽ ഈ ഫിഷിങ്ങിനായിട്ട് ട്രോളിങ്ങിനായിട്ട് ആൾക്കാർ കടലിൽ പോകുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എടുത്തു വെച്ച് പിന്നെ നമ്മളത് കൺവിൻസ് ആയതിനു ശേഷവും വീണ്ടും അതുപോലത്തെ കുറച്ച് സീനുകൾ വരുമ്പോൾ ലാഗ് അടിക്കും. വീണ്ടും ഇതുപോലെയാണല്ലോ. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ പറയുക, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മേശയിലോട്ട് മീൻ എത്തുന്നത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് നമുക്കൊരു ഐഡിയ കിട്ടും ഈ സിനിമ കാണുമ്പോൾ. അതെ, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് തോന്നിയത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലവര് 4 ഫിഷിംഗ് ബോട്ട് എടുത്ത് ബിസിനസ് തുടങ്ങിയാലോ. എല്ലാവരും എല്ലാം പഠിപ്പിച്ചു എങ്ങനെയാണ് ട്രോളിങ്, നമുക്കെല്ലാം പഠിപ്പിച്ചു തരും. എങ്ങനെ ഒരു മീൻപിടുത്തം സെറ്റപ്പ് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിന്റെ കംപ്ലീറ്റ് കാര്യം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഷാർക്കുമായിട്ടുള്ള ഫൈറ്റ് ഒക്കെ വന്നപ്പോൾ പണ്ടത്തെ മലയാളം ചെമ്മീൻ ഓർമ്മയുണ്ടോ? പക്ഷെ ഇത് ഭയങ്കര നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നേരത്തെ ഈ ARMന്റെ ഇവന്റെ റിവ്യൂ നെഗറ്റീവ് റിവ്യൂ ആണ്, ഞാൻ കണ്ടിട്ടില്ല. അതാണ് ARM, അതൊരു കാര്യം എനിക്ക് പറയാറുണ്ട്. ഞാൻ ARMന്റെ റിവ്യൂ ഇട്ടതിന് ശേഷം ആണ് മനസ്സിലാക്കുന്നത് ഇന്റർനെറ്റ് കംപ്ലീറ്റ് പോസിറ്റീവ് റിവ്യൂവും എൻ്റെ മാത്രം. അപ്പൊ അതിൻ്റെ ഒരു ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ വേറൊരു ഫ്രണ്ട് ഇപ്പൊ ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത്രയും ബഡ്ജറ്റ് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു
സ്പേസ് ഇല്ല മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക്. അതുകൊണ്ട് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ആയിട്ട് പോകണം, ചില ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് പേഴ്സണലി നമ്മൾ ഈ ഹോളിവുഡ് മൂവി ജെയ്സൺ സ്റ്റാത്തസിൻ്റെ മെഗ് ഒക്കെ കാണുമ്പോൾ ഈ ഷാർക്കിനായിട്ടുള്ള ഫൈറ്റിൽ നമുക്കറിയാം അത്രയും വലിയൊരു ഫിഷിൻ്റെ അടുത്ത് ഇങ്ങനെ പോലുള്ളവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അത് കൺവിൻസിങ് ആയിട്ട് എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷെ ചില സീനുകളിൽ അതിനെ കുറച്ചും കൂടി ഒരു പെപ്പെ റോപ്പ് പിടിച്ച് കിടക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവും പൂളിലാണ് കിടക്കുന്നത്. അതൊരു ജെസ്കി കൊണ്ട് വലിപ്പിക്കരുത്. അതെ, അല്ല അത് അതൊക്കെ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഇനിയുള്ള ആൾക്കാർ എടുത്തിട്ട് അത് ട്രൈ ചെയ്യാൻ നോക്കാം. ഇതൊന്നും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ലോ. അത് അങ്ങനെ സത്യം, അത് കറക്റ്റ് ആണ്. ഒരു ജെറ്റ് സ്കീയിൽ കെട്ടിയിട്ട് ചുമ്മാ വലിച്ചോണ്ട് പോകുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ് കിട്ടുന്നത്. ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. ഇത് നമുക്ക് മനസ്സിലാവും ബാക്കി ടെക്നിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ ആക്ച്വലി അതിൻ്റെ ലൈറ്റിങ്ങും എല്ലാം നല്ലതാണ്. നമുക്ക് അങ്ങനെ വെറുപ്പിക്കുന്ന ഒരു മൂവിയൊന്നുമല്ല, രസത്തിലെടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കാര്യം ഇത് നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതിനകത്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 20-30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഫുൾ കടലിലോട്ട് അങ്ങ് ഇറങ്ങുവാണ്. സിനിമ ഉൾക്കടലിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഫുൾ ആ കടലിലാണ് സിനിമ നടക്കുന്നത് മുഴുവൻ. ഈ സൗണ്ട് ചെയ്തിരിക്കുന്ന ആരാണ്? മാസ്റ്റർ പീസ്, എടുത്ത് പറയേണ്ട കാര്യമാണ് സൗണ്ട് എഞ്ചിനീയറിംഗിൽ. ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് ആ ഒരു മൈന്യൂട്ടായിട്ട് ഒരു മെയിൻ ഡയലോഗ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ ബോട്ടിന്റെ സൗണ്ട്സ്, ഒരു ആണി വീഴുന്ന സൗണ്ട് പോലും, മുകളിൽ താഴെ ഇറങ്ങുമ്പോൾ മുകളിൽ മറ്റേ അവർ വലിക്കുന്ന സൗണ്ട്, സൈഡിൽ ബോട്ടിന്റെ അടിഭാഗത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ മുകളിൽ നടക്കുന്ന സൗണ്ടുകളെല്ലാം ക്യാപ്ചർ ചെയ്ത് അത് നമ്മളൊരു ആ ഒരു സ്പേസിലോട്ട് ഓഡിയൻസ് നമ്മളെ ആംബിയൻസ് ആണ്. അതുപോലെ തന്നെ തിര ഒന്ന് ബോട്ടിൽ അടിക്കുമ്പോൾ വെള്ളത്തിന്റെ സൗണ്ട് അടിയുന്നുണ്ട്. ആംബിയൻ സൗണ്ട് ഒക്കെ ഒരു രക്ഷയില്ല, നല്ല കിടിലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ആ അടി കുറച്ചും കൂടി ഒരു 10 മിനിറ്റ് നല്ല പണി എടുത്തിട്ടുള്ള ഇടി കൊടുത്തിരുന്നെങ്കിൽ വേറെ ഓണം തൂക്കിയാനെ. അപ്പൊ നമ്മുടെ റേറ്റിംഗ് എത്ര കൊടുക്കാം? ഞാൻ 3.5 കൊടുക്കാം. 3.5. ഞാനും ഇതിന് 3.5 തന്നെയാണ്. അതിൽ കൂടുതൽ നമുക്ക് ആ ഫൈറ്റും കൂടെ ഉണ്ടായിരുന്നു. നീ എത്ര കൊടുത്തു? 2.5 കൊടുത്ത കാര്യം വളരെ ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അല്ല അത് വേറെ ഞാൻ കണ്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, ഇവര് മാത്രം ഇഷ്ടപ്പെട്ടുള്ളൂ. അല്ല അത് നിങ്ങൾ സ്റ്റുഡിയോയിൽ വന്ന് നല്ലൊരു അല്ല നിങ്ങളെല്ലാവരും അത് OTT-ൽ വന്നിട്ട് പറയണം കണ്ടിട്ട് അതെങ്ങനെ. ഞാൻ 2D ആണ് കണ്ടത്. അപ്പൊ ഈ 2Dയിൽ ആ വിഷ്വൽസ് ഒക്കെ നല്ല VFX ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല ബോറായിട്ടാണ് തോന്നിയത് എനിക്ക്. എസ്പെഷ്യലി AI വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് എനിക്കിപ്പോ ഇവിടെ പറയാൻ പറ്റുമോന്ന് അറിയത്തില്ല. അത് ഞാനിപ്പം ഇതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ ആ ഷാർക്ക് വെള്ളത്തിനടിയിൽ വരുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അതൊരു ഒരു മോശം ഗ്രാഫിക്സ് ആയി പോയെന്നൊന്നും തോന്നത്തില്ല. ആൻഡ് എനിക്ക് തോന്നുന്നില്ല വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കണ്ടു നോക്കട്ടെ, പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തേന് റബ് ചെയ്യാം. ഇതാണ് നമ്മുടെ കൊണ്ടലിനെ പറ്റിയിട്ടുള്ളൊരു ക്വിക്ക് റിവ്യൂ. അതെ, നമ്മളിനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ 3 സിനിമ ARM, കൊണ്ടൽ, കിഷ്കിന്ദ കാണ്ഡവം കണ്ടില്ല, കാണണം. ഇതും കണ്ടിട്ട് നമ്മൾ 3 സിനിമയിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളൊരു ഒപ്പീനിയൻ നമ്മൾ ഇതും കൂടെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അടിയാവും. അത് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. അതായത് ഈ ഗോട്ട് സിനിമയെ പുച്ഛിച്ച പലരും ഇതിനകത്ത് VFX നല്ലതാണ്, പേരൊന്നും പറയത്തില്ല, VFX ഭയങ്കര കിടിലമാണെന്നും ഭയങ്കര അർഹത അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് കുറെ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ എനിക്ക് നേരിട്ടൊന്ന് കണ്ടിട്ട് ചോദിക്കാനുണ്ട് എത്ര രൂപ കിട്ടി എന്നുള്ളത് ടൊവിനോയുടെ കാര്യം. VFX അതെ, ലിസ്റ്റിൻ സ്റ്റീഫന് വേണ്ടി ഞാൻ വേറൊരു സാധനം പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു അവസരം തരണം ഒരു സിനിമ എടുക്കാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ കാണാം. ബൈ ബൈ.